BSc നഴ്സിംഗ്. പല സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഡിസ്റ്റന്റ് മോഡിൽ എടുക്കാവോ, തന്നെ നമ്മൾ പഠിക്കുന്ന സ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്ത്യയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്, കേരളത്തിനകത്ത് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടികൾ മാത്രം ചൂസ് ചെയ്തിരുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. BSc നഴ്സിംഗ് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. ഒരുപക്ഷെ മൈഗ്രേറ്റ് ചെയ്യാൻ ഒരു ഈസിയസ്റ്റ് വേ നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാലയളവിൽ പെൺകുട്ടികൾ മാത്രം ചൂസ് ചെയ്തിരുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ആൺകുട്ടികളും അതുപോലെ ചൂസ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ് അല്ലെ. എന്താണ് ഈ BSc നഴ്സിംഗ്? 4 വർഷ ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രൊഫഷണൽ ഹെൽത്ത് കെയർ കോഴ്സാണ് BSc നഴ്സിംഗ്. ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്? ആശുപത്രികളിലും ക്ലിനിക്കുകളിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്ററുകളിലും രോഗികളെ എങ്ങനെ പരിചരിക്കാം, മെഡിക്കൽ വേർഡ്സുകൾ, മെഡിക്കൽ ബേസിക്സുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത്. ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 50% മാർക്കുള്ള ഏതൊരു സ്റ്റുഡന്റിനും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി +2 ബയോളജി സയൻസ് അല്ല എടുത്തിട്ടുള്ള വേറെ സ്ട്രീമുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിലും ആ കുട്ടികൾക്കും ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. ഡിപ്ലോമ, അതായത് GNM എടുത്തു കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് BSc എടുത്ത് ഇവർക്ക് BSc നഴ്സിംഗിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സിലോട്ട് പോവാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്ത്യയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്, കേരളത്തിനകത്ത് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത്? കേരളത്തിനകത്ത് LBS ത്രൂ ആണ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. കറന്റിലെ എൻട്രൻസ് വരും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ BSc നഴ്സിംഗിന് എൻട്രൻസ് വന്നിട്ടില്ല കേരളത്തിനകത്ത്. ഇനി കേരളത്തിന് പുറത്തു പോകുമ്പോഴത്തേക്ക് പല സ്റ്റേറ്റിലും പലതരത്തിലുള്ള എൻട്രൻസ് കാര്യങ്ങളും പ്രൊസീജിയേഴ്സുമാണ് വരുന്നത്. കർണാടകയിലാണെങ്കിൽ കർണാടകയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അവരുടെ എൻട്രൻസ് എഴുതിയിട്ടാണ് കർണാടകയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ എൻട്രൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. കേരളത്തിന് പുറത്ത് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പഠിക്കുന്ന കോളേജിൽ INCയും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുക. അതിനോടൊപ്പം നിങ്ങൾ പഠിക്കുന്ന കോളേജിന് ഓൺ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണോ, ഇല്ല ഇനി നിങ്ങൾ അല്ലാണ്ട് ഒരു ഹോസ്പിറ്റലിലാണ് പഠിക്കുന്നതെങ്കിൽ അവർ ഏത് ഹോസ്പിറ്റലുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അവിടെ കറക്റ്റ് ആയിട്ട് പ്രാക്ടിക്കൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ, അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്തത് കൊണ്ട് നമുക്ക് യാതൊരു യൂസും ഉണ്ടാവത്തില്ല. കാരണം ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂഡ് ആയിരിക്കത്തില്ല. പല സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഡിസ്റ്റന്റ് മോഡിൽ എടുക്കാവോ, പക്ഷെ ഒരിക്കലും BSc നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു കോഴ്സുകളും ഡിസ്റ്റന്റ് മോഡിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല. ഇനി പഠിക്കുക എന്ന് പറഞ്ഞാലും ആ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആയിരിക്കത്തില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോഴ്സിന് നമ്മൾ എന്തൊക്കെ ടോപ്പിക്സുകളാണ് പഠിക്കുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 വർഷ ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. ഇതിൽ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെയാണ് 4 വർഷം വരുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഇയർ നമുക്ക് ക്ലിനിക്കൽസ് വരുന്നില്ല, പ്രീ ക്ലിനിക്കൽസ് ആണ് വരുന്നത്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആണ് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ഹോസ്പിറ്റലുകളിൽ സെക്കൻഡ് സെം മുതൽ ക്ലിനിക്കൽസ് കൊടുക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഇയർ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് അനാട്ടമി, ഫിസിയോളജി, ന്യൂട്രീഷൻ, സൈക്കോളജി, ഈ 4 സബ്ജക്ട്സും ആണ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്. അതിന്റെ പ്രാക്ടിക്കൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ഇയർ നോക്കുമ്പോൾ മെഡിക്കൽ സർജറി നഴ്സിംഗ്, ഫാർമക്കോളജി, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, ഈ 3 സബ്ജക്ട്സും ആണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി 3ാമത്തെ വർഷം നോക്കുകയാണെങ്കിൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, ഗൈനിക് നഴ്സിംഗ്, ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. 4ാമത്തെ വർഷത്തേക്ക് പോകുമ്പോൾ റിസർച്ച് മേഖലയിലോട്ട് പോകുന്നുണ്ട്, മാനേജ്മെന്റ് സെക്ഷനിലോട്ട് പോകുന്നുണ്ട്, ഇനി ഇന്റേൺഷിപ്പും കൂടെ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ 4 വർഷം നമുക്ക് പഠിക്കേണ്ട സബ്ജക്ട്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇത് പഠിക്കാൻ ടഫാണോ, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുമോ? ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ വിത്ത് പ്രാക്ടിക്കലൂടെയാണ് പഠിക്കുന്നത്.
അപ്പൊ തിയറി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ഡോക്ടർ പഠിക്കുന്നത് പോലെ തന്നെയാണ് ഒരു BSc നഴ്സിംഗ് സ്റ്റുഡന്റും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈക്വൽ ആയിട്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റുകാരും പഠിക്കുന്നത് സെയിം തന്നെയാണ്. കുറച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, MBBSകാർ പഠിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് BSc നഴ്സിംഗിന് കൊടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ, ആവറേജ് ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കേരളത്തിനകത്തൊക്കെ ഗവൺമെന്റിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് 20,000 മുതൽ 25,000 രൂപ വരെയൊക്കെയാണ് ഗവൺമെന്റ് ഫീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ആ ഫീസ് കൊടുക്കുക. ഇനി മാനേജ്മെന്റ് കോളേജുകളിലാണെങ്കിൽ അറൌണ്ട് ഒരു 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഫീസ് വരുന്നത്. എന്താണോ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് അത് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി കേരളത്തിന് പുറത്തുള്ള ഫീസ് നോക്കുകയാണെങ്കിൽ ആവറേജ് 9 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ ആവറേജ് ഫീസ് വരുന്ന കോളേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള PG എന്തൊക്കെയാ നോക്കാം. BSc നഴ്സിംഗ് കഴിഞ്ഞാൽ MSc നഴ്സിംഗ് ചെയ്യാം, MBA ചെയ്യാം. ഇനി MSc നഴ്സിംഗിൽ തന്നെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് PG ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിപ്പോ BSc നഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനോട് നമുക്ക് ഇഷ്ടം തോന്നും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഡിപ്പാർട്ട്മെന്റിലെ PG എടുക്കാം. ഇപ്പൊ പീഡിയാട്രിക്കിൽ എടുക്കാം, സർജറിയിൽ എടുക്കാം, ഗൈനക്കോളജിയിൽ എടുക്കാം. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി BSc നഴ്സിംഗ് പഠിച്ചു, അയ്യോ എനിക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇത്രയും പേഷ്യന്റോടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മാനേജ്മെന്റ് സെക്ഷനിലോട്ടാണ് വർക്ക് ചെയ്യാൻ താല്പര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ MBA എടുക്കാം. MBA എടുത്ത് നിങ്ങൾക്ക് മാനേജ്മെന്റ് സെക്ഷനിലോട്ട് പോവാനായിട്ട് സാധിക്കും. BSc നഴ്സിംഗ് കഴിഞ്ഞാലുള്ള ജോലി സാധ്യത എന്തൊക്കെയാണ്? നമുക്ക് എവിടെയൊക്കെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും? ഹോസ്പിറ്റലുകളിൽ, ക്ലിനിക്കുകളിൽ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ ഹോം കെയർ ആയിട്ടും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ടീച്ചിങ് ഫീൽഡ് താല്പര്യമുള്ള സ്റ്റുഡൻസിന് ടീച്ചിങ് ഫീൽഡിലോട്ട് പോവാം. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ MBA കഴിഞ്ഞ കുട്ടികൾക്ക് മാനേജ്മെന്റ് സൈഡിലോട്ട് പോവാം. ഇത്തരം സൈഡുകളിലാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി വിദേശ രാജ്യങ്ങളിൽ അവസരങ്ങളുണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ ആവശ്യമില്ല അല്ലേ? ഉറപ്പായിട്ടും വിദേശ രാജ്യങ്ങളിൽ അവസരമുള്ള ഒരു കോഴ്സ് തന്നെയാണ് BSc നഴ്സിംഗ്. UK, അയർലൻഡ്, ജർമ്മനി, ഓസ്ട്രിയ, ഗൾഫ് കൺട്രീസ് എവിടെയായാലും വേൾഡ് വൈഡ് നമുക്ക് BSc നഴ്സിംഗിന് വേക്കൻസികൾ അവൈലബിൾ ആണ്. ഇനി BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സാലറി നോക്കാം. ഇപ്പോൾ നോർമലായിട്ട് ഇന്ത്യക്കകത്ത് വരുമ്പോൾ 20 മുതൽ 25 വരെ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന ഹോസ്പിറ്റൽ നമുക്ക് ചുറ്റുപാടും അവൈലബിൾ ആണ്. ഇനി ഇന്ത്യക്ക് പുറത്തു പോകുമ്പോഴത്തേക്ക് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെയുള്ള സ്റ്റാർട്ടിംഗ് സാലറി ഉള്ള ഹോസ്പിറ്റലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് BSc നഴ്സിംഗ് എന്നുള്ള ഒരു കോഴ്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിലോ അല്ലെങ്കിൽ അഡ്മിഷൻ എങ്ങനെ എടുക്കാം, കോളേജുകൾ എങ്ങനെ ചൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.